കുറച്ച് നാൾ മുമ്പ് ഞങ്ങളൊരു ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഷെയർ ചെയ്യാനായിട്ടൊരു പ്ലാറ്റ്ഫോം തുടങ്ങണതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളത് ഇൻസ്പയർഡ് ഫോക്സ് എന്നൊരു ചാനൽ രൂപം കൊണ്ടതും, പിന്നെ ഞങ്ങളൊരു സമയം കഴിഞ്ഞപ്പോൾ വിചാരിച്ചു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളിൽ മറ്റുള്ള ആൾക്കാരുടെ ജീവിതം മാറ്റിമറിക്കാൻ ശക്തിയുള്ള പവർഫുള്ളായിട്ടുള്ള ഒത്തിരി പേരുടെ കഥകളുണ്ട് എന്നുള്ളത്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ അതിൻ്റെ ഒരു മാറ്റം തുടങ്ങണത് സ്ത്രീകളിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെയാണ് ഞങ്ങൾ നമ്മളുടെ ചാനലിൻ്റെ ഒരു ഷീ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 2 ആഴ്ച മുമ്പ് ഞങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു ഇവൻ്റ് പോലെ ഒരു വെബിനാർ പോലെ സംഘടിപ്പിച്ച് ഞങ്ങൾ കേൾക്കുകയുണ്ടായി. അതായത് നമ്മൾ പല ആൾക്കാരും പല ഏഹ്, സാഹചര്യങ്ങളിലെയും അതിജീവിച്ചിട്ടാണ് ജീവിക്കണത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തെ തോൽപ്പിച്ച് ഒരു മൾട്ടിപ്പിൾ സ്കില്ലുകൾ പഠിച്ചെടുത്ത്, അതായത് ഒരു കാലഘട്ടത്തിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ നിലനിന്ന് തന്നെ അറിയാണ്ട് ജീവിച്ചിരുന്ന, അങ്ങനെ അത്രയ്ക്കും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഒരു കുടുംബം, കുട്ടികൾ അത്തരം കാര്യങ്ങൾ മാത്രമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വീട്ടമ്മ. നമ്മളെല്ലാം ഇൻസ്പയർ ചെയ്യണ രീതിയിൽ മൾട്ടിപ്പിൾ, അതായത് പല തരത്തിലുള്ള സ്കില്ലുകൾ സ്വയം ആർജിച്ചെടുത്ത് അതിനെല്ലാം ഒരു ബിസിനസ് രൂപത്തിലാക്കി നമ്മളുടെ മുമ്പിൽ പല പ്രൊഡക്ട്സുകളായിട്ട് വിൽക്കണ ഒരു ഒരു ആളിനെ ഞങ്ങൾക്ക് ഗസ്റ്റായിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഫൈസൽ എന്നാണ് അവരുടെ പേര്. അവരുടെ സ്റ്റോറി ഞങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷീ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് ലിങ്കിലിട്ടിട്ടുണ്ട്. കാരണം ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഭയങ്കര കോംപ്ലക്സ് ആണെന്ന് നമ്മളൊക്കെ വിചാരിക്കും. പക്ഷേ ഈ ഫൈസലിനൊരു പ്രത്യേകതയുണ്ട്. ഫൈസലിന് അറിയാത്തൊരു കാര്യം വേറൊരാളുടെ അടുത്ത് ചോദിക്കാനായിട്ട് ഒരു മടിയില്ല. അതുപോലെ തന്നെയാണ് ഫൈസൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തതും. ഒരു ദിവസം ഞങ്ങളുടെ ഏതോ റാൻഡം യൂട്യൂബ് വീഡിയോൻ്റെ അടിയിൽ ഫൈസൽ ഒരു മെസ്സേജ് ഇടുമായിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാനൊരു ബിസിനസ് ജേർണിയിലുള്ള ഒരു വീട്ടമ്മയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഐഡിയകൾ എന്തെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യണ ബിസിനസ്സിൽ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനായിട്ട് കുറച്ച് ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ഫൈസൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ ഫൈസൽ ഒരു മൾട്ടി സ്കിൽഡ്, മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതീന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ, കാരണം ഒത്തിരി ഫൈസൽ പറയണ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫൈസൽ അറിവ് നേടിയെടുത്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം ടോട്ടലി കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഈ ലോകത്ത് ഡിജിറ്റലി സ്ക്രോൾ ചെയ്ത് സമയം കളയണ സമയത്ത് ഫൈസൽ വീട്ടുകാരുടെയും അല്ലെങ്കിൽ ഫാമിലി, മക്കൾ, ഇതിൻ്റെ എല്ലാം പ്രതിസന്ധി, ഇതിൻ്റെ എല്ലാം ഇടയിൽ കൂടെ ഒരു ബിസിനസ്സുകളെ പറ്റി അറിയണതും, ഇപ്പോൾ ഏറ്റവും നൂതനമായിട്ടുള്ള AI ഉപയോഗിച്ച് വീഡിയോസ് വരെ ക്രിയേറ്റ് ചെയ്ത് ഫൈസലിൻ്റെ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യണതൊക്കെയായിട്ടുള്ള സ്റ്റോറീസാണ് ഫൈസൽ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടേതായിട്ടുള്ള കുറേ ലിമിറ്റഡ് ബിലീഫുകളായിട്ട്, അത് നമ്മളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ തോൽപ്പിക്കുന്ന നമ്മളുടെ തന്നെ ചിന്തകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഫൈസലിനെ പോലെയുള്ള ആൾക്കാർ ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ട് ഒത്തിരി മാറ്റങ്ങൾ വരുത്താനായിട്ട് അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് അറിഞ്ഞും അല്ലെങ്കിൽ പഠിച്ചും, അതും രണ്ടും അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചും ഈ ലോകത്തിൽ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫൈസലിൻ്റെ വീഡിയോ ഞാൻ ഞങ്ങളുടെ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഷീ സ്റ്റോറീസ് എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ലിങ്ക് ഇതിന് താഴെ പിൻ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള കഥകൾ ഉണ്ടാക്കാനും ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനും ഇൻസ്പയർ ആവാനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. ജീവിതം നമ്മൾ ഒരിക്കലേ ഉള്ളൂ. വളരെ കുറച്ച് കാലം നമ്മൾ ജീവിക്കുള്ളൂ. നിങ്ങൾക്കിഷ്ടമുള്ള പോലെ നമുക്കിഷ്ടമുള്ള ചിന്തകളിനെ പ്രാക്ടിക്കലായിട്ട് പ്രാവർത്തികമായിട്ട് വരുത്തിയിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന വലിയ ഗോളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിനുള്ള സ്റ്റെപ്പ് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങണം എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ കഥകൾ ഒരു ഇൻസ്പയറിംഗ് ആണ്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിവുള്ള കഥകളുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് വാട്സാപ്പിലൊന്ന് റീച്ച് ഔട്ട് ചെയ്യുക. നമുക്ക് സംസാരിക്കാം. ചിലപ്പോൾ നിങ്ങളുണ്ടാക്കുന്ന പ്രൊഡക്റ്റോ നിങ്ങളുടെ സർവീസോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമായിരിക്കും.